അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ മാളായ മാൾ ഓഫ് ഏഷ്യയിൽ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറേ നേരത്തെ ട്രാവലിന് ശേഷമാണ് മാൾ ഓഫ് ഏഷ്യയിൽ എത്തിയിട്ടുള്ളത്. ഫോണിക്സ് മാളും ഈ മാളിനെ അറിയപ്പെടും. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഞാനിപ്പോൾ ഉള്ള മാൾ ഓഫ് ഏഷ്യയിലാണ്. ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന മാൾ ഓഫ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മാളാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഒരുപാട് വെറൈറ്റി ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ നമുക്കൊരു പാർക്കിൻ്റെ ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുറച്ച് പച്ചപ്പെല്ലായിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാനും അതുപോലുള്ള കുറേ ഒരു വെറൈറ്റി. നമ്മൾ കൊച്ചി ലുലു മാളിലെല്ലാം പോകുന്നത് പോലെ തന്നെ അതിനേക്കാളും വലിയൊരു മാളാണ്. നമ്മളിതെന്തായാലും കണ്ടിരിക്കണം ഈ മാള്. അതായത് ഒരുപാട് വെറൈറ്റി ഫുഡും അതുപോലെ പിന്നെ റെസ്റ്റോറൻറ്റും വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡ്, ഇന്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം ഉള്ളത് ഇവിടെ അധികം. ഇവിടുന്ന് ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മള് ഒരു പാർക്കിലെല്ലാം പോയൊരു ഫീൽ ഉണ്ട് ഇതിന്റെ നടുക്കായിട്ട്. ഇന്ന് വീക്കെൻഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ആൾക്കാരൊക്കെ കുറവാണ്. ട്രാഫിക്കൊക്കെ കുറച്ച് കൂടുതലാണ്. ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മെട്രോ ഒന്നുമില്ല. നമുക്ക് യൂബർ പിടിച്ച് ഹെബ്ബാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാള് ഉള്ളത്. ഒരുപാട് ബ്രാൻഡിന്റെ ഒരു ലോകം തന്നെയാണ് മാൾ ഓഫ് ഏഷ്യ. അതുപോലെ ഓഫേഴ്സ്, ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാ ബ്രാൻഡും ഇടുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പാർക്ക് പോലുള്ള സ്ഥലം. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ മരങ്ങളും കുറേ ചെടികളെല്ലാം ആയിട്ടുള്ളൊരു ഒരു പ്ലേസാണ്. ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, അതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുന്നു. പാർക്കും മാളും ഒരുമിച്ചുള്ളൊരു സ്ഥലം പോലെയാണ് തോന്നിയത്. പിന്നെ അതുപോലെ അർമാനി എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് ഹൈ എൻഡ് ബ്രാൻഡുകളാണ് ഈ മാളിലുള്ളത്. ഇത് നമുക്ക് ഒരു സ്റ്റേജ്, അതുപോലെ സ്റ്റേജ് ഷോ പ്രോഗ്രാമൊക്കെ ഈ മാളിൻ്റെ അകത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. നമ്മളധികം മാളിൽ കാണാത്ത റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഫുഡ് കൗണ്ടറാണുള്ളത് നമുക്ക്. മൊത്തത്തിലൊരു ഗ്രീൻ സീനറി കൊടുത്തിട്ടാണ് മാള് ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ളത്. മാളിൻ്റെ എൻട്രൻസിൽ വരുന്നതാണ്. ഒരുപാട് പുതിയ ബ്രാൻഡുകളൊക്കെ ഇവിടെ സ്റ്റാർട്ടാവുന്നുണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് അധികം വരുന്നത്. ഇത് ദുബൈ മാളിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു വാട്ടർ ഡാൻസിങ് പ്രോഗ്രാമൊക്കെ ഈ മാളിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇത് മാളിൻ്റെ മൊത്തം സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും നമുക്ക് കാണാം.